ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത്, അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ടാണല്ലേ വീഡിയോയിലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സമയം വെറുതെ പാഴാക്കി കളയരുത്. ഈ ഫോണും മറ്റൊന്നും ഉപയോഗിച്ച് കണ്ട് അങ്ങനെ വെറുതെ നമ്മളെ ആവശ്യങ്ങൾക്ക് അപ്പുറം നമ്മൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ അറിയുന്നത്, നമ്മളൊന്ന് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേഗത്തിൽ നിറവേറുന്ന ഒരു അത്ഭുതകരമായ 6 ദിക്റുകളെ കുറിച്ചിട്ടാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ നമ്മുടെ ഈ ലോകത്ത് അല്ലേ. ഞാനടക്കമുള്ള എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. ഒരുപാട് ആവശ്യങ്ങളാണ് എല്ലാവർക്കും. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് തന്നെ എത്രങ്ങാനും ആവശ്യങ്ങളുണ്ട്. അതുപോലെ ഇത് കേൾക്കണ നിങ്ങൾക്ക് എത്ര ആവശ്യങ്ങളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറുന്ന 6 ദിക്റുകളാണ് കേട്ടോ. ഇത് ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ദിക്റ് ചൊല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒറ്റ ഇരുപ്പിൽ ചൊല്ലി തീർക്കാൻ കഴിയുമോ? എന്നാൽ നിൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അത് എങ്ങനെയാണോ, ഏത് രീതിയിലാണോ അത് നടക്കേണ്ടത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും. നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെയാണ് എഴുന്നേൽക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മഹാന്മാർ രേഖപ്പെടുത്തിയ അത്ഭുത ദിക്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 6 ദിക്റുകളാണ്, 6 എണ്ണം ഉണ്ട് കേട്ടോ, 6 എണ്ണം ഉണ്ട്. ഹലാലായ കാര്യം എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഏതൊക്കെ മാർഗത്തിലാണോ എങ്ങനെയൊക്കെയാണോ അതിൻ്റെ രീതിയിലൊക്കെ നടക്കും എന്നതാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു ഔദാര്യമാണല്ലേ. ആ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അല്ലേ. ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെ രോഗം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തേക്കാരം ആഗ്രഹം, എൻ്റെ രോഗം മാറണം എന്നൊക്കെ കേൾക്കാരം. അതേപോലെ വിവാഹപ്രായം എത്തിയ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തേക്കാരം, എനിക്ക് എനിക്ക് യോജിച്ചൊരു ഇണയെ കിട്ടണം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടാവുക, വിവാഹം ശരിയാവാൻ. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നമുക്ക് പറയാൻ കഴിയാത്ത, ഇപ്പം നമ്മൾ ഫ്രണ്ട്സുകളോടും ആരോടും നമുക്ക് നമ്മളെ മനസ്സിൽ നീറുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത, അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരുപാട് നീറുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാര്യം അള്ളാഹുവിനോട് മനസ്സൊരുകിയൊന്ന് ചോദിച്ചു നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരുക തന്നെ ചെയ്യും. അതിലൊരു സംശയം വേണ്ട. ഇപ്പം ഞാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അതേപോലെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാ കാര്യത്തിൽ നിന്നും മുക്തി നേടാനൊക്കെ ഉള്ളൊരു പവർഫുള്ളായ 6 ദിക്റുകളാണ്, ദുആകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ചൊല്ലേണ്ടത്
എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴാണ് നമ്മൾ മഗ്‌രിബ് നിസ്കാര ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒറ്റ ഇരിപ്പിൽ ചെയ്യണം. പിന്നെ ഓരോ ദിക്റും ഈ 6 ദിക്റില്ലേ നമുക്കറിയുന്നത് തന്നെയാണ്, അറിയുന്ന ദിക്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ 6 ദിക്റുകളും 33 തവണയാണ് ഓരോന്നും ചൊല്ലേണ്ടത്. 33 തവണയും ചൊല്ലിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സുരുകി കൽബുരുകി അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തരുക തന്നെ ചെയ്യും. ഇത് ഒരുപാട് പേർക്ക് വളരെയധികം പ്രതിഫലവും മഹത്വവും എല്ലാവർക്കും അത് നിറവേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവും ഒരു മനസ്സുഖം. അല്ലാ, ഇത് അനുഭവിച്ചറിയന്നെ വേണം. അപ്പോൾ നമ്മൾ പറയുന്ന 6 ദിക്റിൽ ഒന്നാമത്തെ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് 33 പ്രാവശ്യം ചൊല്ലുക. രണ്ടാമത്തെ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഞാനിത് സ്ക്രീനിൽ കൊടുക്കട്ടോ. മൂന്നാമത്തെ ദിക്ർ അറിയുന്നത് മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 4ാമത്തെ ദിക്റാണ്. 4ാമത്തെ ദിക്ർ ഒരു സ്വലാത്താണ് കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസഹ്ബിഹി വസല്ലിം. നമുക്കൊക്കെ സുപരിചിതമായ പരിചിതമായ ഒരു സ്വലാത്താണിത്. 5ാമത്തതായിട്ട് നമ്മൾ പറയണത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 6ാമതായിട്ട് നമ്മൾ പറയണത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ഈ 6 ദിക്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ദിക്റുകൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മഗ്‌രിബ് നിസ്കാര ശേഷം എപ്പോഴും പറ്റും, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത അറിയണത് നമ്മൾ ഒറ്റ ഇരിപ്പിൽ ചെല്ലണം. 33 തവണയാണ് ഓരോ ദിക്റും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 33 തവണ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലുക. അങ്ങനെ ഓരോ ദിക്റും 33 തവണ ചൊല്ലിയിട്ട് എൻ്റെ ഈ കാര്യം നടക്കും എന്നുള്ള ദൃഢനിശ്ചയം കരുതിയിട്ട് ചെയ്തു നോക്കി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു ആത്മാർത്ഥത, ഇഖ്ലാസ് നല്ലോണം വേണം. നമ്മൾ എന്ത് അമല് ചെയ്യുമ്പോഴും ഇഖ്ലാസോടു കൂടി ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഫോണിൻ്റെ ഉപയോഗം നമ്മൾ കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വെക്കണം. നമ്മൾ മനസ്സ് വെച്ചാലേ ഒക്കെ നടക്കുള്ളൂ. അല്ലാതെ എനിക്കൊക്കെ ആഗ്രഹമുണ്ട്, അതൊന്നും നടക്കണില്ലാണ്ട് കാര്യമില്ല. ഇപ്പോൾ ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതിനുള്ള മാർഗം, ഹലാലായ മാർഗം നമ്മൾ എന്താണോ എന്നുള്ളത് അത് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ സമയമല്ലേ, സമയത്തിന് നല്ലോണം വില കൽപ്പിക്കണം. സ്വലാത്തുകളൊക്കെ ധാരാളം ചെല്ലണം, ദിക്റുകൾ ചെല്ലണം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുക. അള്ളാഹുവിനോട് മുൻനിർത്തി എന്ത് പറഞ്ഞാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിറവേറ്റി തരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ 6 ദിക്റുകളും ചൊല്ലിയിട്ടൊന്ന് നോക്കി എന്നിട്ട് കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.